നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ട വെള്ളാപ്പള്ളി നടേശൻ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനായിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ വർഗീയ വിഷം ചീറ്റുന്ന പ്രഖ്യാപനങ്ങളും പ്രസംഗങ്ങളും നടത്താൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയല്ല. 2016 തുടങ്ങിയ അദ്ദേഹം ഇതുപോലെയുള്ള വലിയ രീതിയിലുള്ള വർഗീയ വിദ്വേഷം പറയുന്ന രീതിയിലുള്ള വാക്കുകളും പ്രവൃത്തികളും നമ്മൾ കണ്ടു വരികയാണ്. അപ്പം ഈ ഒരു സംവിധാനത്തിൻ്റെ കീഴിൽ എത്ര നാളാണ് ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് മിണ്ടാതിരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇത്രയും വലിയൊരു പ്രസംഗം മലപ്പുറത്ത് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു അക്ഷരം പോലും ഈ സമയം വരെ മുണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്താണ്? അത് നല്ല ശൈലിയായിട്ട് ഞാൻ അതിനെ കാണുന്നേ ഇല്ല. കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശൻ്റെ മാത്രം മുഖ്യമന്ത്രി അല്ലല്ലോ. ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെയും ഇവിടുത്തെ മുസ്ലിങ്ങളുടെയും ഇവിടുത്തെ ഹിന്ദുക്കളുടെയും ഇവിടുത്തെ ഏതൊക്കെ വിഭാഗങ്ങളുണ്ടോ ആ വിഭാഗങ്ങളുടെ ആണെങ്കിലും ഇനി മതമില്ലാത്തവരുടെ ആണെങ്കിലും അവരുടെ എല്ലാവരും കൂടെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അവരുടെ ഒരാളുടെ വിഷമം, ഒരു സമുദായത്തിൻ്റെ വിഷമം, ഒരു സമൂഹത്തിൻ്റെ പ്രശ്നം എല്ലാം നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രശ്നമായി തീരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതൊരു മുഖ്യമന്ത്രി നല്ല രീതിയിൽ അതിന് മറുപടി പറഞ്ഞു പോകണമായിരുന്നു. കാരണം നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയിൽ നിന്നും ഇതുപോലെ കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയിൽ നിന്നും അതിനുള്ള മറുപടി നമ്മൾ കേട്ട് ശീലിച്ച ആൾക്കാരാണ്, നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനപ്പുറമെങ്കിലും സംസാരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്.